പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുവേശുള്ള വന്ദനം. ഞാൻ ബിനു പടയാട്ടി, ദുബായിൽ നിന്നാണ്. എല്ലാവരും ക്ഷേമമായിരിക്കുന്നുവോ? ഞാൻ ജോലി സ്ഥലത്താണ്, സൈറ്റിലാണ്. സാധാരണ ഞാൻ യൂട്യൂബ് പുതിയതായിട്ട് ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിനെ പറ്റി അറിയില്ല. യൂട്യൂബ് എൻ്റെ സുഹൃത്ത് എനിക്ക് ആരംഭിച്ചു തന്നാണ്. ഞാൻ സാധാരണ മൊബൈൽ വെർട്ടിക്കലായിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ അത് മൊബൈലിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തിരിഞ്ഞു പോകണം. യൂട്യൂബിൽ നിന്ന് മാറ്റി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് വളരെ ചെറുതായി പോകണം. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അങ്ങനെയല്ല, ഹൊറിസോണ്ടൽ പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യണം. അവിടെ റെക്കോർഡിങ് കറക്റ്റാണെന്ന് അറിയില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. ഇന്നലെ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് 2 റൂം, തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൽ അകത്ത് 2 റൂമാണ്, 2 BHK ആണ്. അപ്പോൾ അതിലെ ഒരു റൂമിന് തീ പിടിച്ചു. AC-യുടെ ഷോർട്ട് സർക്യൂട്ടായിരുന്നു. അതിൻ്റെ കേബിളിൻ്റെ ഡാമേജ് ആയിട്ട് ഈ ചൂട് സമയമല്ലേ. അപ്പോൾ അത് തീ പിടിച്ചു. ഭാഗ്യത്തിന് അവിടെ ആളുകളുണ്ടാവാൻ കാണുകയും അവരപ്പോൾ തന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ എടുത്ത് അത് തീ അണയ്ക്കാൻ അപ്പോൾ തന്നെ പോലീസും ഫയർഫോഴ്സൊക്കെ വരേണ്ട വന്നു. അപ്പോൾ ഞാൻ പണ്ട് താമസിച്ച റൂമിൽ തന്നെ ഞങ്ങളെ ഏറ്റെടുത്ത സുഹൃത്ത് 3-4 കൊല്ലം താമസിച്ച റൂമാണ് അവിടെ. എൻ്റെ ഫാമിലി പോയതിനു ശേഷം ഞങ്ങൾ ബാച്ചിലേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, അച്ചായ എന്ന് വിളിക്കണം എന്നെ. അച്ചായ അറിഞ്ഞോ എന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അല്പം തമാശ രീതി എനിക്ക് തോന്നി. പക്ഷേ തിരിച്ച് വൈകുന്നേരം ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഭീകരാവസ്ഥ അറിയാൻ പറ്റി. അതായത് വളരെ ചൂട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ലിഫ്റ്റ് കയറുമ്പോൾ ലിഫ്റ്റിൻ്റെ ഭാഗത്തൊക്കെ മൊത്തം ഒരു സ്മോക്കിൻ്റെ സ്മെല്ല്, പുകയുടെ സ്മെല്ലായിട്ട് നമുക്ക് ലിഫ്റ്റ് കയറാനോ അതിൻ്റെ സൈഡിൽ നടക്കാൻ പറ്റണില്ല. ഓരോ ഫ്ലോറിലാണെങ്കിൽ കരി പിടിച്ചിട്ടേ ഈ പുക വന്ന് കരി പിടിച്ച് വെള്ളം ഒഴിച്ചിട്ട് ആകെ കരി പിടിച്ച് തുടച്ചിട്ട് പാടാണ്. തീ പിടിച്ച റൂമിൽ പോയി ഞാൻ കാണുകയും ചെയ്തു. പിന്നെ അത് വീഡിയോ റെക്കോർഡ് നമുക്ക് ചെയ്യാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല അത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് ഞാനത് കണ്ട് അതിൻ്റെ അവസ്ഥ കണ്ട് അവർ ക്ലീൻ ചെയ്യുന്നത് കണ്ടു. പിന്നെ തിരിച്ച് ഞാൻ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ അവിടെയും അച്ചായെന്ന് വിളിക്കണം. അവർ ഹിന്ദിക്കാർ ഉൾപ്പെടെ തന്നെ അച്ചായെന്ന് വിളിക്കണേ. അപ്പോൾ എന്നോട് അച്ചായൻ സംഭവം അറിഞ്ഞില്ല, എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ അച്ചായൻ്റെ കൂടെ താമസിച്ച പിള്ളേർ 2ാം നിലയിൽ നിന്ന് താഴത്തേക്ക് മൊബൈലിട്ട് ചാടാൻ നോക്കിയെന്ന് പറഞ്ഞേ. അത് കേട്ടപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായി. എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഇപ്പം നമ്മൾ അറിഞ്ഞില്ല, കുവൈറ്റിലൊരു അവസ്ഥ നമ്മൾ അറിഞ്ഞതുകൊണ്ട് ആളുകൾക്ക് ഭയം വന്നു. കാരണം ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിഞ്ഞ് ഈ ലിഫ്റ്റിൻ്റെ ഭാഗത്ത് ഭയങ്കര സ്മോക്കായിരുന്നു. ബ്ലാക്ക് കളറിന് നല്ല സ്മോക്കായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, ചൂടുണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് പോകാൻ പറ്റണില്ല. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ. ആ സമയത്ത് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് സ്റ്റെയർ കേസിൻ്റെ വന്നപ്പോൾ സ്റ്റെയർ കേസിലൂടെ ഇറങ്ങി വന്ന സമയത്ത് സ്റ്റെയർ കേസിൻ്റെ ഡോറ് ലോക്കായിരുന്നു. അപ്പോൾ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തപ്പോൾ അവരൊന്നും ഭയപ്പെട്ടു പോയി ആ ആളുകൾ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അതോടെ അവരെന്ത് ചെയ്തു, മൊബൈൽ താഴെയിട്ട് ചാടാനൊക്കെ നോക്കി. അപ്പോൾ ഈ ആൾക്കാർ പേടിക്കേണ്ട, തീ ഓഫായി, തീ കിടത്തി, അങ്ങനെയല്ലേ വെക്കണേ, തീയുടെ ബലം കിട്ടു എന്ന് പറഞ്ഞു. ബൈബിളിലെ വാക്യം കടമെടുക്കുകയാണെങ്കിലേ. അപ്പോൾ തീയുടെ ബലം കിടത്തുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്കൊരു ധൈര്യമായി. അപ്പം ഞാൻ അതിൻ്റെ സീരിയസ്നെസ് പിന്നീട് പറഞ്ഞ് മനസ്സിലായത്. കാരണം എല്ലാവരും കുടുംബമായിട്ട് നാട്ടിൽ ഭാര്യ, കുഞ്ഞുങ്ങൾ, ഭയങ്കര പ്രതീക്ഷയാണ്. ഒക്കെ ഡ്യൂട്ടിയിൽ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സൈറ്റ് വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. അവിടെയൊക്കെ വെളുപ്പിന് 4 മണിക്ക് തൊട്ട് ഇതൊക്കെ എന്താ പറയുക, വാട്ടർ പ്രൂഫിൻ്റെ വർക്കാണ്. ചൂടാക്കിയിട്ട് ടാറിൻ്റെ സാധനം ഹീറ്റർ ചൂടാക്കിയിട്ട് ചെയ്യുന്ന പണിയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ചൂടത്ത് ഞാൻ തന്നെയാണ് ഇപ്പോൾ തന്നെ വേർതിരിക്കുന്നത്. ആ ചൂടിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അസ്വസ്ഥത കൊണ്ട്. അപ്പോൾ ആ ചൂടത്ത് നിന്ന് പണിയുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുടുംബമായിട്ടുള്ള ബന്ധത്തിലും സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒക്കെ പ്രത്യേകിച്ച് വെച്ചിട്ട് നിൽക്കുന്നവരല്ലേ. അതോടൊപ്പം തന്നെ ജീവന് പേടിയുണ്ടാവും. നമ്മുടെ എത്ര വലിയ വിശ്വാസിയാണെങ്കിലും പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞാലും മരണത്തൊരു ഭയം ഉണ്ടല്ലോ ആൾക്കാർക്ക്. ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർ അത് പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. പിന്നെ ഞാൻ പറയാൻ കാരണം പറയാം. ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ സ്നേഹിക്കുന്നവരുണ്ട്, ഞാൻ അത്ര നല്ല ബന്ധത്തിലുള്ളവരെ. അപ്പോൾ അവരൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്തില്ല കേട്ടോ. അത് ഞാൻ അറിയാത്തവർ ഫേസ്ബുക്കിൽ തർക്കം ഉണ്ടാക്കുന്ന പല സഹോദരന്മാർ മെസ്സേജ് അയച്ചു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, കമൻ്റ് ഇട്ടു, അറിഞ്ഞ ഭാവം കാണിച്ചു, അതായത് ലൈക്ക് ചെയ്തു, ചിലർ കമൻ്റ് ഇട്ടു, ചിലർ മെസ്സഞ്ചറിൽ വിളിച്ചു. ഞാൻ അറിയാത്ത ഒരു ദൈവദാസനൊക്കെ വോയിസ് ഇട്ടു, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അത്രയും ബന്ധമില്ലാത്ത, അത്രയും പരിചയമില്ലാത്ത, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സുഹൃത്ത് മാത്രം ബന്ധമുള്ള ഒരു വരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല. എന്നാൽ അവരുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കൺവെൻഷൻ വരികയോ, ആ സഭയുടെ പണി നടക്കുകയോ, ആ സഭയിൽ ആരെങ്കിലും എന്തെങ്കിലും അസുഖം വരികയോ, ആ സഭയിൽ ആരെങ്കിലും വിവാഹം നടക്കുകയാണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് വിളിക്കുന്നത് നമ്മളായിരിക്കും. ഇനി അത് പോട്ടെ, ഞാൻ വിളിച്ച് ചോദിച്ചതിന് പൈസ കൊടുത്തെന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞായിട്ട് തോന്നുന്നു ആൾക്കാർക്ക്. അത് മാത്രമല്ല, ഞാനൊരു വിഷമം, നമ്മുടെ ബുദ്ധിമുട്ടുകൂടി പറയണ്ടേ, പ്രവാസിയായി ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൂടി അറിയേണ്ട ആൾക്കാർ, അതിന് വേണ്ടിയാണ്. ഇനി അത് പോട്ടെ എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ കൺവെൻഷൻ, ഇത് പരസ്യയോഗം, ഇതെല്ലാം വിളിച്ച് പറയാൻ മാത്രമല്ല, ഇനിയിപ്പോൾ ഗൾഫിലേക്ക് ഏതെങ്കിലും ദേവാസന്മാർ വന്നാൽ മീറ്റിങ്ങിന് വരും. ഇപ്പോൾ അധികം പേര് ഞാൻ അറിയില്ല. അപ്പോൾ മിക്കവാറും വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന കുറേ ദേവാസന്മാരുണ്ടാവും. അപ്പം നമ്മൾ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും മിക്കവാറും ഓരോ സഭകൾ കയറി ഇറങ്ങി നടക്കും. അപ്പോൾ കയറി വരുമ്പോൾ അവർ 1 മിനിറ്റ് സാക്ഷ്യം പറയുമ്പോൾ അവർ പറയുമല്ലോ,
അപ്പോൾ ചില ആൾക്കാർ വന്ന് സ്റ്റേജിൽ ഇരുന്നിട്ട് നോക്കിയിട്ട് പറയും എനിക്ക് ഇവിടെ ആരും പരിചയമില്ല എന്ന് പറയുമ്പോൾ എന്നെ കാണും. അപ്പോൾ ആ സഹോദരൻ എനിക്ക് പരിചയമുണ്ട് ഫേസ്ബുക്കിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സെക്രട്ടറി പറയും 50 പോയി എന്ന് പറയും. ഞാൻ കൊടുത്തത് പറയാൻ വേണ്ടിയില്ല കേട്ടോ, ഇത് കളിയാക്കി തോന്നിയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ വന്യ ദേവസ്വന്മാരൊന്നും ശരിക്കും പറഞ്ഞാൽ നിയോഗപ്രകാരം വന്നല്ല, അവർക്ക് എന്തോ സാമ്പത്തിക ഞെരുക്കം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്താ, പൈസ മുടക്കി വരും, പാസ്റ്റർമാർ റൂം എടുത്ത് താമസിക്കുന്നു, ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു. ബത്തായിക 2 दिन के अंदर ബത്തായിക. ആ അപ്പോൾ സോറി ക്ഷമിക്കണം, വർക്കിൻ്റെ ഇടയ്ക്ക് കാര്യം നടക്കണ്ടേ. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് കുറ്റം പറയാൻ വേണ്ടിയില്ല കേട്ടോ, ഇനി കുറ്റമാണെന്ന് തോന്നിയാലും അത് അവർക്ക് ക്രമീകരിക്കാം. ദേവദാസന്മാരെ ബഹുമാനം തന്നില്ല എന്ന് തോന്നേണ്ട ആവശ്യമില്ല, ബഹുമാനം കൊടുക്കേണ്ട ദേവസ്വന്മാരെയും ബഹുമാനം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലും നിങ്ങളുടെ ആവശ്യ സമയത്തും ഇതിനൊക്കെ പെട്ടെന്ന് ചാടിക്കയറി ഞങ്ങളെ വിളിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും സുഹൃത്തുക്കളുണ്ട്, ഇവരൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മളൊരു പ്രതിസന്ധി വിഷമം അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പ്രയാസ സമയത്ത് നമ്മളുടെ അടുത്ത ആരുണ്ടാകുന്നു അവരാണ് നമ്മുടെ യഥാർത്ഥമായ സ്നേഹിതന്മാരെ. ഇപ്പോൾ എനിക്ക് അപകടം സംഭവിച്ചില്ല, മരിച്ചില്ല, കർത്താവിൻ്റെ കൃപ, അത് നല്ല കാര്യം. ഇനി അപകടം സംഭവിച്ചില്ല, ഹോസ്പിറ്റലിൽ കിടന്നില്ല, അത് ദൈവത്തിൻ്റെ കൃപ. ഞാൻ ചോദിക്കുന്നത് അതല്ല, ഇത്രയും പരിചയമുള്ള ദേവസ്വന്മാരിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ആൾക്കാർ ഏതിന് വിളിക്കുന്ന ആൾക്കാർ വരെയും ഒരു കമൻറ്റ് ഇടുക എന്തായെന്ന് പോലും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രതിസന്ധി വിഷമം ഘട്ടം വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സ്നേഹിതന്മാരെ സഹോദരന്മാരെ തിരിച്ചറിയാൻ പറ്റുന്നത്. ഫേസ്ബുക്കിൽ തർക്കിച്ച ആൾക്കാരെ നിരവധി കാണാൻ പറ്റി, അവരൊക്കെ ക്ഷേമം അന്വേഷിച്ചു. അപ്പോൾ ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ജസ്റ്റ് ഞാനൊന്ന് സൈറ്റ് കാണിച്ചു തരാം. അപ്പം നമ്മുടെയൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾ അറിയണം. ഇവിടെയൊക്കെ വെളുപ്പിന് 4 മണിക്ക് ആൾക്കാർ വന്ന് പണിയെടുക്കണേ. ഞാനൊക്കെ ഓർഡിനറി ലേബറിൽ വന്ന ആളാണ്. കർത്താവിൻ്റെ കൃപയിലാണ് ഇന്നിപ്പോൾ 23 വർഷമായെങ്കിലും നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിൽ നിൽക്കണം. അതിന് മുമ്പൊക്കെ നമ്മൾ വെറുതെ വെയിലത്ത് കിടന്ന് പണി തന്നെയായിരുന്നു. അപ്പോൾ അഹങ്കാരോട് പറഞ്ഞല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചൂടത്തുനിന്ന് പണിയുന്ന ആൾക്കാരാണേ. അവർ നാസ്ത കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ സൈറ്റ്. അപ്പോൾ എന്ത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്യണമാണ്. അപ്പോൾ എല്ലാവരും ഈ നാടിനെ കുറിച്ച് ചിന്തയുള്ളവരാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ സ്നേഹിതന്മാർ ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഗോഡ് ബ്ലെസ് യു ഓൾ.